കേരളത്തിലെ സ്വാതന്ത്ര്യസമര സേനാനികൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നിരവധി പ്രശസ്തരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ സൃഷ്ടിച്ചു. വിവിധ ആശയങ്ങളും തത്വചിന്തകളും ഉണ്ടായിരുന്നെങ്കിലും അവരുടെയൊക്കെ ലക്ഷ്യം ഒന്നായിരുന്നു, സ്വാതന്ത്ര്യം എന്നത് മാത്രം. കെ കേളപ്പൻ ജീവിതകാലഘട്ടം 1889 ഓഗസ്റ്റ് 24 മുതൽ 1971 ഒക്ടോബർ 7 വരെ. കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്നു കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നാണ് കെ കേളപ്പൻ അറിയപ്പെട്ടിരുന്നത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപകനും കേരള നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റുമായിരുന്നു കെ കേളപ്പൻ. കേളപ്പൻ അധ്യാപക ജോലി ഉപേക്ഷിച്ച് തൻ്റെ ജീവിതം മാതൃരാജ്യത്തിനായി മാറ്റിവെച്ചു. ഒരു വശത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയപ്പോൾ മറുവശത്ത് ഭാരതീയ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയും കെ കേളപ്പൻ പോരാടി. ഗാന്ധിജിയുടെ വ്യക്തിഗത സത്യാഗ്രഹ പ്രസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കേരളീയനായിരുന്നു കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിലും അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവും കെ കേളപ്പൻ തന്നെയായിരുന്നു. കേളപ്പനോടൊപ്പം എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള തുടങ്ങിയവർ ഈ സമരത്തിൽ പങ്കെടുത്തു. 1931 സെപ്റ്റംബർ മാസത്തിൽ ഗാന്ധിജിയെ ഏർവാദ ജയിലിൽ നിരാഹാരം ആരംഭിച്ചപ്പോൾ കേളപ്പനും അദ്ദേഹത്തോടൊപ്പം ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ പ്രത്യേക അപേക്ഷ പ്രകാരമാണ് ഒക്ടോബർ 2 കേളപ്പൻ തന്നെ നിരാഹാരം അവസാനിപ്പിച്ചത്. ഏകദേശം 10 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരത്തോടനുബന്ധിച്ച് നടന്ന പ്രചരണവും പ്രക്ഷേപവും മലബാറിൽ പുതിയൊരു ജനകീയ മുന്നേറ്റത്തിന് വഴിവെച്ചു. അക്കാമ ചെറിയാൻ ജീവിതകാലഘട്ടം 1909 മുതൽ 1982 മെയ് 5 വരെ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അക്കാമ ചെറിയാൻ. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെയും ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു അക്കാമ ചെറിയാൻ്റേത്. സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ധീരയായി പോരാടിയ വനിതയായിരുന്നു അക്കാമ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അടിത്തറ പാകുവാൻ കേരളക്കര നൽകിയ സമ്മാനമായിരുന്നു അക്കാമ എന്ന് തന്നെ പറയാം. വെറും 29 വയസ്സ് മാത്രമുള്ളപ്പോൾ അക്കാമയുടെ ധീരത കേട്ടറിഞ്ഞ ഗാന്ധിജി അവരെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചു. 1909 ഫെബ്രുവരി 14 കോട്ടയം ജില്ലയിലെ കരിയാമ്പറമ്പിൽ തൊമ്മൻ ചെറിയാൻ്റെയും അന്നമ്മയുടെയും രണ്ടാമത്തെ മകളായി അക്കാമ ജനിച്ചത്. വിദ്യാഭ്യാസം നേടുന്നതിനേക്കാൾ മഹത്വം അത് പകർന്നു നൽകുന്നതിനാണെന്ന് തിരിച്ചറിഞ്ഞ അക്കാമ ചെറിയാൻ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് അതേ സ്കൂളിൽ തന്നെ പ്രധാന അധ്യാപികയുമായി. 1942 കോൺഗ്രസ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു അക്കാമ ചെറിയാൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തു. നേതാക്കളും ജനങ്ങളും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അക്കാമ ഒരു കൊടുങ്കാറ്റായി അവരെ ആഞ്ഞടിച്ചു. എത്ര തവണ ജയിലിലടച്ചാലും അവിടെ നിന്ന് പൂർവാധികം കരുത്തോടെയാണ് അക്കാമ ചെറിയാൻ സ്വാതന്ത്ര്യ സമരത്തിന് വീണ്ടും ഇറങ്ങിത്തിരിച്ചത്. 1982 മെയ് 5 അക്കാമ ഈ ലോകത്തോട് വിട പറഞ്ഞു. കെ കുമാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശവും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചൈതന്യവും തിരുവിതാംകൂർ സംസ്ഥാനത്ത് കൊണ്ടുവന്ന ആദ്യകാല നേതാവായിരുന്നു കെ കുമാർ. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രഭാഷണങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കെ കുമാർ ആയിരുന്നു. ദേശസ്നേഹവും ഗാന്ധി ചിന്തയും പഠനകാലത്ത് തന്നെ കുമാറിനെ വളരെയധികം സ്വാധീനിച്ചു. ഗാന്ധിജിയുടെ മദ്രാസ് സന്ദർശനവും നിസ്സഹരണത്തിനുള്ള ആഹ്വാനത്തോടെ കുമാർ തൻ്റെ കോളേജ് പഠനം ഉപേക്ഷിച്ച് പൂർണ്ണമായും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. എ കെ ഗോപാലൻ ജീവിതകാലഘട്ടം ഒക്ടോബർ 1, 1904 മുതൽ
1977 മാർച്ച് 22 വരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു എ.കെ. ഗോപാലൻ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരവധി പ്രസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം പ്രയത്നിച്ചു. ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരിക്കെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം പോരാടി. ടി. കെ. മാധവൻ ജീവിതകാലഘട്ടം 1885 സെപ്റ്റംബർ 2 മുതൽ 1930 ഏപ്രിൽ 27 വരെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു എഴുത്തുകാരനായിരുന്നു ടി. കെ. മാധവൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അംഗമെന്ന നിലയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരവധി പ്രസ്ഥാനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ അദ്ദേഹം വളരെ ശക്തമായി പ്രതികരിച്ചു. എ. വി. കുട്ടിമാളു അമ്മ ജീവിതകാലഘട്ടം 1905 ഏപ്രിൽ 23 മുതൽ 1985 ഏപ്രിൽ 14 വരെ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കാലെടുത്തു വെച്ച അപൂർവം ചില വനിതകളിൽ ഒരാളായിരുന്നു കുട്ടിമാളു അമ്മ. പാലക്കാട് ജില്ലയിലെ ആനക്കര ഗ്രാമത്തിലാണ് കുട്ടിമാളു അമ്മ ജനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു കുട്ടിമാളു അമ്മ. സേവന രാഷ്ട്രീയത്തിൽ ഉറച്ചുനിന്ന ധീരവനിതയായിരുന്നു കുട്ടിമാളു അമ്മ. സി. കേശവൻ ജീവിതകാലഘട്ടം 1891 മെയ് 23 മുതൽ ജൂലൈ 7, 1969 വരെ. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും ട്രേഡ് യൂണിയൻ വിമോചന സമര സേനാനിയുമായിരുന്നു സി. കേശവൻ. 1951, 1952 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു സി. കേശവൻ. 1933 മുതൽ തിരുവിതാംകൂറിലെ മദ്യനിരോധന പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഇടയിൽ ഒരു വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയമാകുകയും ചെയ്തു. പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭയിൽ അംഗമാകുവാൻ കേശവന് സാധിച്ചു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം രാജിവെക്കുകയും പിന്നീട് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടർന്നു. 1952 സംസ്ഥാന അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവിതാംകൂർ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ ത്രിമൂർത്തികളായ പട്ടം താണുപിള്ളയോടും ടി. എം. വർഗീസിനോടുമൊപ്പം സി. കേശവനും കാണപ്പെട്ടു. നന്ദി.